മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ല എന്നാണോ പൊതുസമൂഹം വിശ്വസിക്കേണ്ടത്? ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലാണെങ്കിൽ ഒരു ദിവസം തന്നെ നൂറുകണക്കിന് ആളുകളാണ് വന്നുകൊണ്ടിരുന്നത്, അല്ലേ? നമുക്കറിയാം. ഇപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ട് പോലും ആളുകൾ വരുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു, സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു, അല്ലേ? പക്ഷേ അവിടെ നടക്കുന്നത്, അതായത് ഒരു ഉപജാപക സംഘമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കുന്നത്. നേരത്തെ തന്നെ അത് ബോധ്യപ്പെട്ടതാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ, അദ്ദേഹം സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ട് എത്രയോ ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നു. അനാരോഗ്യം കാരണമാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എന്നിട്ടും പഠിക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്ന കാര്യം ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ഉന്നത പോസ്റ്റുകളിൽ ചെയ്യുമ്പോൾ നമ്മുടെ നാടിനെ മുമ്പിൽ നിന്ന് നയിക്കാൻ പറ്റുന്ന മാതൃകാ പുരുഷന്മാരെ വെക്കണം എന്നാണ് ഞാൻ ഇത്ര സ്റ്റോറി പറഞ്ഞത്. അത് ശ്രീ അനിൽ നമ്പ്യാർ എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങനെ അല്പം ആ ഒരു ഡിസ്ക്രിപ്ഷനിലേക്ക് പോയതിന്. പക്ഷെ ഇതിന്റെ ആവശ്യകത പറയുന്നത് ജനത്തിന് ഇത് വലിയ ആഗ്രഹമാണ്, നല്ലൊരു ഭരണം. നമുക്ക് എന്നും സൽഭരണമാണ് വേണ്ടുന്നത്. അപ്പൊ സൽഭരണം കിട്ടാതെ വരുമ്പോൾ ജനം ഭയങ്കരമായിട്ട് ചിന്തിക്കും. ഇപ്പൊ ഇന്ന് ഈ ചർച്ചയുടെ ഇത് യൂട്യൂബിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിലെ കമന്റ് ബോക്സ് വായിക്കുക. ജനം എന്തുമാത്രം ഡിസാറ്റിസ്ഫൈഡും ജനം എന്തുമാത്രം രോഷത്തോടാണ് ഇതിനൊക്കെ പ്രതികരിക്കുന്നത്. അവർക്ക് ഒരു രക്ഷയുമില്ല. എലക്ട് ചെയ്ത് കയറി കഴിഞ്ഞാൽ പിന്നെ 5 വർഷം ഇവരെ ഭരിക്കുന്നവരെ നമുക്ക് സഹിച്ചേ പറ്റുള്ളൂ. നമുക്ക് വേറെ മെക്കാനിസം ഇല്ല. പലപ്പോഴും നല്ല ഡീസന്റ് ഡെമോക്രാറ്റിക് ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് ടു റീകോൾ വേണം. തെറ്റുകൾ കാണിക്കുന്നവരെ തിരിച്ചു വിളിക്കാൻ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ജനത്തിന് അധികാരം കൊടുത്തിട്ട് സജ്ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകണമെന്ന് ഇവിടുത്തെ സജ്ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഈ ദുർജനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള ആൾക്കാരെ അവർ വന്നിക്കുകയും കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ശിവശങ്കരനും ഒക്കെ ഇരുന്നിട്ടും ഇവിടെ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാകാതിരുന്നത്. ശിവശങ്കരന് അനാരോഗ്യം ആണെന്നൊന്നും പറയുന്നില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം ദുർനടത്തേക്കൊക്കെ പോയത് കൊണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യം ക്ഷയിച്ചു പോയതാണ്. അദ്ദേഹം മാതൃകാപരമായ ഒരു ജീവിതമാണ് നയിച്ചതിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോഴും നല്ലതായിട്ട് ചെയ്യാം. കാരണം 60, 65, 70 വയസ്സുള്ള IAS ഇപ്പോഴും നല്ല ജീവിതക്കാർ നല്ലതായിട്ട് ആരോഗ്യത്തോടുകൂടി ജീവിക്കുമ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ പെട്ടെന്ന് ആരോഗ്യം ക്ഷയിച്ചു പോയതിനെ പറ്റി നമുക്ക് കൂടുതൽ ഗവേഷണ പഠനം ഒന്നും നടത്തേണ്ട കാര്യമില്ല.